ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളങ്ങനെ ഏകദേശം തഞ്ചാവൂരൊക്കെ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 9:30 കൂട്ടി ഞങ്ങൾ എത്തത്തുള്ളൂ. സ്റ്റോപ്പ് വിടാതെ എല്ലാ സ്റ്റോപ്പിലും ട്രെയിൻ നിർത്തുന്നുണ്ട്. അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ട്രെയിനാണിത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ ബാക്കി സ്റ്റേഷനിൽ പറയാം. ഞങ്ങൾ അങ്ങനെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ മനസ്സിൽ പ്രതീക്ഷിച്ച തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ അല്ല ഗൈസ്. ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. നോക്ക്, ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഇവിടെ. ഇന്നെന്താ വല്ല അവധിയാണോ? വിജനമായി കിടക്കുന്ന തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ആർക്കും പോകണ്ടേ തഞ്ചാവൂരിലേക്ക്? ഗൈസ്, ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുണ്ട്. ഇങ്ങ കോയിൽ പക്കത്തിൽ റൂം ഇருக்கு. അങ്ങ് വന്ന് അവിടുത്തെ റൂമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചുതരാം. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അടുത്തുനിന്ന് ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അവിടുന്ന് ഓട്ടോയ്ക്ക് അമ്പലത്തിന്റെ അടുത്തേക്ക് പോകണം. ഒരു 100 രൂപയ്ക്ക് ആകും. എന്നിട്ട് നമുക്ക് റൂമിൽ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റെസിഡൻസി. കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് 5 പേർക്കും കൂടി 1600 രൂപയാണ് ഇവിടുത്തെ റൂമിനായിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ ബെഡും കൂടെ വരും. അതിൻ്റെ ഒരു 200 കൂടി എക്സ്ട്രാ കൊടുക്കണം. നമുക്ക് 24 hours ആയിരിക്കും ഈ റൂം കിട്ടുന്നത്. ഹോസ്റ്റൽ പോലെ വിശാലമായ കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ റൂമിൽ കുളിച്ച് ഫ്രഷൊക്കെ ആയി. ഇപ്പം നമ്മൾ നേരെ ഇനി ഓൾഡ് ബസ് സ്റ്റാൻഡ് ഉണ്ട് തഞ്ചാവൂർ. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് തഞ്ചാവൂർ പെരിയ കോവിലേക്ക് പോകാനായിട്ടൊരു 300 മീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ. തൊട്ടടുത്താണ്. ഈ റെസിഡൻസിയുടെ പേര് എലങ്ക റെസിഡൻസി. റൂം ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് റൂം വരുന്നത്. ഇത് നോൺ AC റൂമാണ്. ഇവിടെ അത്യാവശ്യം പിന്നെ ഇതിൻ്റെ കൂടെ ഇനി എക്സ്ട്രാ ബെഡും കൂടി വരും. റെഡി ആവാനൊക്കെ പറ്റുന്ന ഒരു ചെറിയ ഏരിയ. പിന്നെ ഇത് വാഷ്റൂം. ഇങ്ങനെയാണ് വരുന്നത്. മീൽസ് വന്നിട്ടുണ്ട്. മീൽസിൽ നല്ല പ്ലേറ്റ് പോലെ ഇരിക്കുന്ന പപ്പടമുണ്ട്. ഇതെന്ത് കറിയാടാ? പായസം. ഇത് പായസം. ഇതോ സാമ്പാർ. മീൻകറി ഇല്ലടാ. മീനല്ലടാ അത്. എന്താ പച്ചക്കറി? ഇത് രസം. ഇത് പച്ച രസം. ഇത് കിഴങ്ങ് കറി. അത് പച്ച ചീര പാലക് ആണെന്ന് തോന്നുന്നു. എന്താ ഫ്രൈഡ് റൈസാണ്. ഇതാണ് ഇവിടുത്തെ ഒരു മീൽസേ. ഇതാണ് മഷ്റൂം ബിരിയാണി. മഷ്റൂം ബിരിയാണിയിൽ ഗോബി മഞ്ചൂരി. மஷ்ரூம் பிரியாணி செம்மையாக இருக்கு. பயங்கரமாக ருசிக்கிறோம். കറി എല്ലാം കൂട്ടി കഴിക്കണം. അങ്ങനെയുണ്ട് ചട്ട മീൽസ്. കൊള്ളാം. തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ലസ്സി കൊടുക്കുന്ന ഒരു കടയുണ്ട്. അവിടുത്തെ ലസ്സി ഞങ്ങളൊന്ന് ട്രൈ ചെയ്തത് സൂപ്പറായിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ തഞ്ചാവൂർ വന്നപ്പോൾ തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ലസ്സി ഷോപ്പ് കണ്ടേ. ഇവിടുത്തെ ലസ്സി ഞങ്ങൾ ആദ്യം ഒന്ന് കുടിച്ച് സൂപ്പറായിരുന്നു. ഇതിൻ്റെ ആ തൈരിനൊക്കെ ഭയങ്കര കട്ടിയാണേ. സൂപ്പറായിട്ടുണ്ട്. ഭയങ്കര കൺസിസ്റ്റൻസി. അതല്ല നമ്മുടെയൊക്കെ നാട്ടിൽ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടല്ലേ, പക്ഷെ ഇത് ഭയങ്കര കട്ടിയിലാണ് അവർ തരുന്നത്. നല്ല ടേസ്റ്റ്. വെറും 30 രൂപയേ ഉള്ളൂ. ഇതാണ് തഞ്ചാവൂർ മെയിൻ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് വേണം നമ്മൾ കുംഭകോണത്തേക്കുള്ള ബസ് പിടിക്കാനായിട്ട്. അയ്യോ, രണ്ടെണ്ണം പോതും അണ്ണേ. ഇങ്ങനെ 2 1 2. അണ്ണൻ നല്ല അടിപൊളി കൊയ്യാപ്പളം തരും. എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ കുംഭകോണത്തുള്ള ഐരാവതേശ്വര ടെമ്പിൾ.
തഞ്ചാവൂർ വരുന്ന ഒട്ടുമിക്ക ആളുകളും ഈ അമ്പലം കൂടി വന്ന് കാണാറുണ്ട്. കൊള്ളാം. ഇതിൻ്റെ പരിസരം ഇത് നോക്ക്. ഇവിടെയൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇതതിൻ്റെ കോട്ടമതിലെന്ന് തോന്നുന്നു. എന്നാ വലിയ മതിലാന്ന് നോക്കിയാൽ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്, ഞാൻ അടുത്തുനിന്ന് കാണിക്കാം. ഇതിങ്ങനെ ഫുൾ കവർ ചെയ്ത് മതിലായി കെട്ടിയേക്കുക. നല്ല ഹൈറ്റിലാണ് കെട്ടി. രാജരാജ ചോഴൻ പണി കഴിപ്പിച്ച ക്ഷേത്രമാണിത്. കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് 35 രൂപ ടിക്കറ്റേ ഉള്ളൂ. ഒരു 1.5 മണിക്കൂർ അത്രേ ഉള്ളൂ ഈ അമ്പലത്തിൽ വരാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്കാണ് വന്നേക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അകത്ത് കയറാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇതാണ് ഈ മതിൽ, നല്ല ഹൈറ്റാണ്. കോട്ടമതിൽ എന്നൊക്കെ പറയുന്ന പോലെ. യെസ്, കണ്ടോ, ഈ കല്ല് വെച്ച് ഇങ്ങനെ അടുക്കിയാണ് ഈ മതിൽ ഫുൾ പണിഞ്ഞേക്കുന്നത്. നല്ല ഹൈറ്റാണേ. ഇവിടെ എന്തോ ഓട സംതിങ് എന്തോ ആണ്. ഇതുണ്ടോ, ഇതിൻ്റെ ചുറ്റും നല്ല അടിപൊളിയായിട്ട് ആൾക്കാർക്ക് വന്ന് വെയിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലമാണേ. ഇത് നല്ല ഉച്ച സമയത്താണ് ഞങ്ങളവിടെ വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. സാറ്റടിക്കണം. ഞാൻ മറിക്കുന്നൊരു വീഡിയോ എടുക്കും. ഇതൊരു നോർമൽ കല്ല. ഈ പ്രതിമയ്ക്കൊരു ഐതിഹ്യമുണ്ട്. ഈ പ്രതിമയുടെ ഇവിടെ നമ്മൾ പൊത്തിപ്പിടിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരാനയായിട്ടല്ലേ നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. നേരെ നമ്മൾ ഇവിടെ ഇരുന്ന് ഇത് പൊത്തിപ്പിടിച്ച് നോക്കുമ്പോൾ ഇതൊരു കാളയായി ഫീൽ ചെയ്യും. ഇത് കാള. ഇതിൻ്റെ ഈ ഭാഗം പൊത്തിപ്പിടിച്ച് നോക്കുമ്പോൾ ഇതൊരു കാളയായി ഫീൽ ചെയ്യും. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഐരാവതേശ്വര ടെമ്പിളൊക്കെ കയറി അവിടുന്ന് തൊഴുതിറങ്ങി. നല്ല രസമുണ്ട്. അകത്ത് നല്ല പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. ഒന്നൊന്ന് ചില്ല് ചെയ്ത് പോയി ഇരിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ്. അകത്താണെങ്കിലും ഭയങ്കര ഏതാണ്ട് ഒരു 1200 വർഷത്തെ പഴക്കമുള്ള അമ്പലമാണിത്. ഇതിനകത്ത് കയറുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഫുൾ കല്ലാണ്. ഒരു വേറെ കല്ലല്ലാതെ വേറെ ഒന്നുമില്ല. ഭയങ്കര ആർട്ട് വർക്ക്. അതായത് ഓരോ കല്ലിലും ഓരോ രൂപങ്ങളില്ലാത്ത പ്ലെയിൻ കല്ല് അങ്ങനെ തറയിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ അമ്പലത്തിൽ ഫുള്ളും ഓരോരോരോ രൂപങ്ങൾ, ശില്പങ്ങളെല്ലാം കൊത്തി പണിതേക്കുന്ന അമ്പലമാണ് ഇത്. നിങ്ങൾ തഞ്ചാവൂരൊക്കെ വരുന്നവരാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുത് ഈ സംഭവം. ഇതൊരു അടിപൊളി സ്പോട്ട്. ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഒരു അണ്ണൻ ഇരിപ്പുണ്ട്. ഏതെടുത്താലും 20 രൂപ. കുറച്ച് ജീരകം, സോയാബീൻ, പിന്നെ അയമോദകം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ അണ്ണൻ ഇരിപ്പുണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ അണ്ണൻ ഇരിപ്പുണ്ട്. 100 രൂപ ആയതുള്ളൂ കേട്ടോ. കുറച്ച് സ്ഥലങ്ങളുണ്ട്, 5-6 സാധനങ്ങൾ വെച്ച് 100 രൂപ ആയതുള്ളൂ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് തിരിക്കാൻ പോകുവാണ്. ഇനി തഞ്ചാവൂർ ചെന്നിട്ട് കാണാം. ബൈ.
കുംഭകോണത്തൊക്കെ പോയിട്ട് തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് ധൃതി വെച്ചുള്ള ട്രാവലൊന്നും അല്ലായിരുന്നു. നമ്മൾ ആ കുംഭകോണം ഐരാവതേശ്വര ടെമ്പിൾ മാത്രമേ വിസിറ്റ് ചെയ്തുള്ളൂ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും, അധികം ചൂട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് വന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോരാനായിട്ട് പറ്റും. പിന്നെ ഈ സമയത്താണെങ്കിൽ ട്രെയിനിലും അധികം തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ ട്രെയിനിൽ വന്ന സമയത്താണെങ്കിലും ജനറലിലും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉദ്ദേശിച്ച് ഇത് ഭയങ്കര തിരക്കായിരിക്കും, ഇവിടെ തട്ടിയാലും മലയാളികളായിരിക്കും. കാരണം ഇപ്പോൾ ബ്ലോഗേഴ്സ് മൊത്തം തഞ്ചാവൂരിലേക്കാണല്ലോ. ഞാൻ വന്നപ്പോൾ അവിടെ ഇവിടെ 1-2 മലയാളികളെ മാത്രമേ കണ്ടുള്ളൂ. ഇനിയിപ്പോൾ നാളെ നമ്മൾ തഞ്ചാവൂർ പോകുമ്പോൾ കുറേ മലയാളികളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങും പോകാനില്ല, നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് ഭക്ഷണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ തഞ്ചാവൂരിലെ വിശേഷങ്ങൾ, വീണ മേക്കിംഗ്, പിന്നെ നമ്മുടെ തലയാട്ടി ബൊമ്മ കിട്ടുന്ന സ്ഥലത്ത് പോകണം. പിന്നെ ആർട്ട് ഗാലറി, മ്യൂസിയം, അതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് നമുക്ക് വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി തിരിച്ച് കേരളത്തിലേക്ക് വരണം. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.